നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ട് അല്ലേ. നമ്മൾ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഒക്കെ നമ്മൾ മുൻപ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് വീഡിയോസും ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വേറെ പല കാര്യങ്ങളുമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ചിലപ്പോൾ പലർക്കും അറിയാവുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്നും ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഹൈ വിൻ റേറ്റോട് കൂടിയിട്ട് ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സ്വിംഗ് ട്രേഡേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി തന്നെയായിരിക്കും ഇത്. 4 hour ടൈം ഫ്രെയിമിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ടൈം ഫ്രെയിംസിനെ പറ്റിയിട്ടും കാൻഡിൽസ്റ്റിക്കിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് അറിയാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഫ്രെയിംസ് ഏത് ടൈം ഫ്രെയിം യൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഓരോ കാൻഡിൽസ്റ്റിക്കുകളും ഏത് രീതിയിലാണ് ഫോം ആവുന്നത്, അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ സംസാരിച്ചുകൊണ്ട് സമയം കളയേണ്ട, നേരെ വീഡിയോയിൽ കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നും എന്താണ് ബിയറിഷ് എൻഗൾഫിംഗ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെയും ബിയറിഷ് എൻഗൾഫിങ്ങിൻ്റെയും ഒരു എക്സാമ്പിൾസ് ആണ്. നമുക്ക് ആദ്യം തന്നെ ബുള്ളിഷ് എൻഗൾഫിങ്ങിനെ പറ്റി പറയാം. ഇവിടെ ഒരു റെഡ് ക്യാൻഡിലും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് വരുന്നത്. അതിനുശേഷം ഇതൊരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്നുണ്ട്. ദെൻ ഇവിടെ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈ ഷാഡോ ആണ് അതിൻ്റെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെയാണ് വരുന്നത്. അത് ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ മുകളിലേക്ക് പോകുന്നു. ഈ തൊട്ട് മുൻപുള്ള ആ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസും ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് മുകളിലേക്ക് പോയിട്ട് ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്ത് അത് ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസിന് മുകളിൽ തന്നെ ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാണ്. അതായത് ഞാൻ ഈ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുള്ളതാണ് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് എന്ന് പറയുന്നത്. ആ ഒരു ഹൈ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതവിടെ ക്ലോസ് ചെയ്യാണ്. ഇങ്ങനെ വരുന്ന ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേണിനെയാണ് നമ്മൾ ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഈ റെഡ് ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് നമുക്ക് ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഒരു മത്സരം കാണാനായിട്ട് സാധിച്ചിരുന്നു. ബയേഴ്സ് ഈ ഒരു ഹൈ പ്രൈസ് വരെ ഈ ഒരു ക്യാൻഡിലിനെ ഈ ഒരു കോയിനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോഴും സെല്ലേഴ്സ് വന്നിട്ട് അത് വീണ്ടും താഴേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. തൊട്ടടുത്ത ക്യാൻഡിലിൽ ആ ഒരു ഹൈ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ബയേഴ്സിന് പ്രൈസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ടൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആയിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഇതേ കാര്യം തന്നെ നേരെ ഓപ്പോസിറ്റാണ് ബിയറിഷ് എൻഗൾഫിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നത്. അതായത് മുകളിലേക്കുള്ള മൂവ്മെൻറ്റിന് പകരം താഴേക്കുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ്. അത് മുകളിലേക്ക് പോകുന്നു, ഒരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിവിടെ ക്ലോസ് ചെയ്യുന്നു. തൊട്ടടുത്ത് വരുന്നത് ഒരു റെഡ് ക്യാൻഡിലാണ്. ആ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്. അതൊരു ചെറിയൊരു ഹൈ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ താഴേക്ക് പോകുന്നു. തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് താഴേക്ക് പോവാണ്. അതങ്ങനെ ആ ലോ പ്രൈസിനേക്കാളും താഴെ അത് ക്ലോസ് ചെയ്യാണ്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് ബയ്യേഴ്സ് ഈ ഒരു ലോ പ്രൈസിനേക്കാളും താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് തയ്യാറല്ലായിരുന്നു. അവരപ്പോഴേക്കും അതിനെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ക്യാൻഡിലിൽ സെല്ലേഴ്സ് അവിടെ ആധിപത്യം നേടിയെടുക്കുകയാണ്. അവർ ആ ഒരു ലോ പ്രൈസിനേക്കാളും താഴേക്ക് ആ ഒരു ക്യാൻഡിലിനെ കൊണ്ടുപോകാണ്, ആ ഒരു പ്രൈസിനെ അവർ കൊണ്ടുപോവാണ്. പിന്നീട് അങ്ങോട്ട് ഒരു ബിയറിഷ് മൂവ് ആയിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ പോലും എല്ലാ സമയവും ഇത്തരത്തിലുള്ള കാൻഡിൽസ്റ്റിക്കുകൾ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ഈ രീതിയിലുള്ള നമ്മൾ ഈ പറഞ്ഞ പോലെ ബുള്ളിഷ് മൂവ്മെൻറ്റും ബെയറിഷ് മൂവ്മെൻറ്റും ഒക്കെ സംഭവിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പാറ്റേൺസ് വെച്ചുകൊണ്ട്, ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ട്രേഡ്സ് എടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കീ ലെവൽസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്താം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ലെവൽ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്കൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഈ സപ്പോർട്ട് ഏരിയയോടെ മാർക്ക് ചെയ്യുന്നുണ്ട്.
നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ മുൻപ് പല തവണ ഒരു റിജക്ഷൻ ഏരിയ തന്നെയായിരുന്നു. ഇവിടെ പ്രൈസ് റിജക്റ്റ് ആയിട്ടുണ്ട്, ഇവിടെ റിജക്റ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴും ഒരു റിജക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. പ്രൈസ് വീണ്ടും അവിടെ റിജക്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക്, ഇപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോവാണ്, അവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും പ്രൈസ് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വീണ്ടും ഈ ഒരു സപ്പോർട്ട് റേഞ്ചിലേക്ക് പ്രൈസ് വീണ്ടും വരുന്ന കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഡൗൺ മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിനെ മൊത്തത്തിൽ വിഴുങ്ങിക്കൊണ്ട് തന്നെയാണ് ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ അവിടെ ഫോം ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിലായിരിക്കും. അതായത് ഇവിടെയായിരിക്കും നമ്മുടെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് തൊട്ട് താഴെയായിട്ട്, അല്ലെങ്കിൽ തൊട്ട് മുൻപ് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ ഷാഡോയ്ക്ക് താഴെയായിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ആവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ 1.5 റിസ്ക് റിവാർഡ് റേഷ്യോ തന്നെ നമുക്ക് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫിബൊനാച്ചിയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പോയി കാണുക. ഈ ഒരു ലെവലിൽ നിന്ന് തൊട്ട് മുൻപുള്ള ആ ഒരു കീ ലെവലിലേക്ക് ഞാൻ ഇതിൻ്റെ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫിബൊനാച്ചിയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ 0.27 എന്നുള്ള ആ ഒരു ലെവലിൽ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 0.62 എന്ന് പറയുന്ന ലെവലിൽ വയ്ക്കാം. ഞാൻ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ മാത്രമേ എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. ഇത് ഈ 0.62 ലെവലിനും 0.27 ലെവലിനും ഇടയിൽ നിങ്ങളൊരു ടാർഗറ്റ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ ജസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.97 ആണ്. ഏകദേശം 1:2 തന്നെയാണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത്. ഇനി നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് ഈ ഒരു ട്രേഡ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. പ്രൈസ് പലതവണ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകാനായിട്ട് ബയേഴ്സിന് സാധിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബുള്ളിഷ് എൻഗൾഫിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ ലോങ് പൊസിഷൻ എടുത്തപ്പോൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആവുന്ന വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ വിഴുങ്ങിക്കൊണ്ട് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ക്ലോസിംഗ് പ്രൈസിലാണ് നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കേണ്ടത്. ഇവിടെ നമ്മളൊരു ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, അതായത് തൊട്ട് മുൻപ് ഫോം ചെയ്ത ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഹൈ ഷാഡോയ്ക്ക് തൊട്ട് മുകളിലായിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്തപോലെ തന്നെ നമ്മൾ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ഈ ഒരു ഹൈ പോയിന്റിൽ നിന്നും, ഈ ഒരു ഹൈ ലെവലിൽ നിന്നും തൊട്ട് മുൻപുള്ള ആ ഒരു ലോ ലെവലിലേക്ക് നമ്മൾ ആ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ നമ്മൾ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് 0.62 ലെവലിലും 0.27 ലെവലിനും ഇടയിലായിട്ട് നമ്മൾ അതിൻ്റെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത് 2.59 ആണ്. 1:2.59 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നത്. ഈ ഒരു ട്രേഡ് ഏത് രീതിയിലാണ് ഇനി പോകുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ടാർഗറ്റോടെ ഹിറ്റ് ആയിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റ് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എൻഗൾഫിംഗ് പാറ്റേൺസ് യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ബുള്ളിഷ് ആൻഡ് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.